സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത 1990-ൽ പുറത്തിറങ്ങിയ ഒരു മലയാളം കോമഡി ചലച്ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കോമഡി സിനിമകളുടെ പട്ടികയിൽ ഈ ചിത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മഹാദേവൻ, ഗോവിന്ദൻകുട്ടി, അപ്പുക്കുട്ടൻ, തോമസ് കുട്ടി എന്നീ 4 സുഹൃത്തുക്കളുടെ കഥയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഹരിഹർ നഗർ എന്ന കോളനിയിൽ താമസിക്കുന്ന ഈ ചെറുപ്പക്കാർ എല്ലാവരെയും ശല്യം ചെയ്ത് നടക്കുന്നവരാണ്. ഈ കോളനിയിലേക്ക് പുതുതായി താമസിക്കാൻ വരുന്ന മായ എന്ന യുവതിയെ ആകർഷിക്കാൻ ഈ 4 പേരും മത്സരിക്കുന്നു. ഇതിനായി ഓരോരുത്തരും ചെയ്യുന്ന കോമഡികളാണ് സിനിമയുടെ പ്രധാന ഭാഗം. അപ്പുക്കുട്ടൻ ബൈക്കിൽ ഫൈറ്റടിച്ചതും മഹാദേവൻ കവിത എഴുതിയതുമെല്ലാം പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചു. സിനിമയിൽ ഇവർ 4 പേരും ചേർന്നുള്ള കോമ്പിനേഷൻ കോമഡിയാണ് മറ്റൊരു പ്രത്യേകത. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ബസ് യാത്ര ചെയ്യുന്നതും പരസ്പരം വഴക്കിടുന്നതുമെല്ലാം ഒറിജിനൽ ചിരിയുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഉദാഹരണത്തിന്, മായയുമായി സംസാരിക്കാൻ പോകുമ്പോൾ അപ്പുക്കുട്ടൻ ഉണ്ടാക്കുന്ന പേടിയും മറ്റുള്ളവർ അതിനെ നേരിടുന്ന രീതിയും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ മായയുടെ സഹോദരനായ സേതുമാധവനെ കുറിച്ച് കൂടുതൽ അറിയുന്നതോടെ സിനിമ ഒരു ത്രില്ലർ വിഭാഗത്തിലേക്ക് മാറുന്നു. ജോൺ ഹോനായ് എന്ന വില്ലന്റെ വരവോടുകൂടി സിനിമ അതിന്റെ പീക്കിലെത്തുന്നു. ഈ 4 സുഹൃത്തുക്കളുടെ ബുദ്ധിയും ഐക്യവും ഉപയോഗിച്ച് ജോൺ ഹോനായ് എന്ന വില്ലനെ അവർ നേരിടുന്നു. തമാശയും സാഹസികതയും നിറഞ്ഞ രംഗങ്ങളിലൂടെ സിനിമ അതിന്റെ അന്ത്യത്തിലേക്ക് എത്തുന്നു. രണ്ടാം പകുതിയിലെ ഈ രംഗങ്ങളാണ് കോമഡിയിൽ നിന്ന് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് സിനിമയെ മാറ്റുന്നത്. അതേസമയം നർമ്മത്തിന് യാതൊരു കുറവുമില്ലാതെ തന്നെ ഈ കഥാപാത്രങ്ങളുടെ സാഹസങ്ങൾ മുന്നോട്ടു പോകുന്നു. ഈ ഭാഗമാണ് സിനിമയെ ഒരു ക്ലാസിക് ഹിറ്റാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയുടെ വിജയത്തിന് പ്രധാന കാരണം ഈ കോമഡി രംഗങ്ങളാണ്. സിനിമയിലെ ഓരോ കോമഡി രംഗത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോഴും മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്നത്. നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ? അതെ, അതാ അതിന്റെ ബുദ്ധി. ഈ സിനിമയിലെ തമാശകളും സംഭാഷണങ്ങളും ഇപ്പോഴും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്.